നമസ്കാരം. നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന എല്ലാവരുടെയും നീതിക്ക് വേണ്ടി, പുരുഷൻ്റെയും സ്ത്രീയുടെയും അടക്കമുള്ള നീതിക്ക് വേണ്ടി പോരാടുന്ന, വിശിഷ്യ അതിൽ പുരുഷന്മാർ നേരിടുന്ന വിഷയത്തിൽ ദേശവ്യാപകമായി പ്രാധാന്യമുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനയും സംവിധാനവുമാണ്. അതിൻ്റെ ഭാഗമായി ഡോക്ടർ രമ എസ്, വൈസ് ചെയർപേഴ്സൺ സൗമ്യ രതീഷ്, ഡോക്ടർ KC ജോർജ്, ജോയിന്റ് സെക്രട്ടറി ഉഷ പീതാംബരൻ, ട്രഷറർ മനോജ് KC, അഡ്വൈസർ R ജയചന്ദ്രൻ അടക്കമുള്ള സാമൂഹിക നിയമ മേഖലകളിലെ പ്രമുഖരാണ്. അവരാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഒരു ചെറിയ ആമുഖവും ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയാൽ, മാഡം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അടക്കം കാണുകയും വളരെ വിശദമായി സാർ അടക്കമുള്ളവർ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ന് നടക്കുന്ന വ്യാപകമായ ദുരുപയോഗത്തെ തടയാനുള്ളൊരു മെക്കാനിസം അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രധാനപ്പെട്ട ലോ മേക്കേഴ്സിനെയൊക്കെ കണ്ടു. അവർ തന്നെ അവരുടെ ജേണിയും മറ്റും പറയും. മാഡം ഡൽഹിയിലാണ്, ഈ വിഷയത്തിനടക്കം വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു സന്തോഷ വാർത്തയും കൂടെ പങ്കുവെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മീഡിയക്കാരെല്ലാവരും പക്ഷേ ശ്രദ്ധിച്ചു കാണും. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ പരാതി കൊടുത്തവരെ യഥാർത്ഥത്തിൽ അതിജീവിതർ എന്ന് വിളിക്കരുത്, പരാതിക്കാർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഏറ്റവും മിനിമലാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ വളരെ സന്തോഷം, ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് പരാതി പോലും ആ ഒരു അർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല. വിശിഷ്യ വിവാഹിതരായ സ്ത്രീകൾ വിവാഹത്തിന് വെളിയിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഫോൾസ് മാരേജ് അല്ലെങ്കിൽ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന പരാതി പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് നാഗരത്നയുടെയും ഉജ്വൽ ഭുയാന്റെയും ചരിത്രപരമായ വിധിന്യായം ഇന്നലെ വന്നിട്ടുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം കേസുകളിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് മറ്റൊരു പുരുഷനെതിരെ ഇയാൾ എന്നെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന പ്രോമിസ് തന്ന് പീഡനം നടത്തി എന്ന് പറയാൻ പരാതി പോലും കൊടുക്കാൻ പാടില്ല. ഓർക്കുക, ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തത് കുറച്ചുകൂടെ ഇതാണ്, പരാതി പോലും കൊടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ സാറിനോട് സംസാരിച്ച സാർ സൂചിപ്പിക്കുകയായിരുന്നു, ഇത് പണ്ട് മുതലേ കോടതികളുടെ നിലപാടാണ്, റീട്രേറ്റ് ചെയ്യപ്പെട്ടതാണ്, ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിട്ടാണ് നമ്മുടെ പോലീസ് അടക്കം മാധ്യമങ്ങളടക്കം പല പുരുഷന്മാരെയും വേട്ടയാടപ്പെടുന്നത്. ഇന്ത്യയിലെ പുരുഷാവകാശങ്ങളുടെ പോരാട്ടത്തിൽ ചരിത്രപരമായൊരു ദിവസമാണ് ഇന്നലെ. അതിജീവിതയല്ല, പരാതിക്കാരിയല്ല, പരാതി പോലും ഈ വ്യാജ പരാതികൾ കൊടുക്കാനുള്ള സ്പേസ് സുപ്രീം കോടതി അവസാനിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ നിയമ വിദ്യാർത്ഥിയാണെങ്കിലും ആഴത്തിൽ നിയമ പാണ്ഡിത്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആ ചരിത്രപരമായ വിധിയുടെ പശ്ചാത്തലത്തിൽ മാഡത്തിലേക്കും സാറിലേക്കും പോവാം. മാഡം ഒരു ഇൻട്രോയും മാഡത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഞാൻ രമ. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കുള്ള നിയമങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുരുഷനും ഒരു ചെറിയ മാറ്റം ആ നിയമ ഭേദഗതി വരുത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറയുന്നൊരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രൈം മിനിസ്റ്ററെ കണ്ടിരുന്നു. വളരെ നല്ലൊരു സപ്പോർട്ടും പുള്ളിയുടെ വളരെ ഒരു സ്നേഹവും അതിനുള്ള ഐക്യദാർഢ്യവും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോടതി വരെ പോകാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരും എന്ന് പുള്ളിയുടെ ഒരു വാഗ്ദാനം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ എല്ലാ MP-മാരെയും സ്റ്റേറ്റ് ബേസുള്ള എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും എല്ലാവരെയും തന്നെ കണ്ട് എല്ലാ ചീഫ് മിനിസ്റ്റർമാർക്കും എല്ലാ സ്റ്റേറ്റിലും കൊടുത്ത് നമ്മൾ നമ്മുടെ യാത്ര തുടരും. അതിന് നിങ്ങളുടെ തന്നെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾക്ക് വേണം, അത്യാവശ്യമാണെന്ന് ഞാൻ ഈ സമയത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നിയമപരമായുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ അഡ്വൈസർ ശ്രീ രാമേന്ദ്ര സാർ, രാമചന്ദ്രൻ സാർ, ജയചന്ദ്രൻ സാർ പറയുന്നതായിരിക്കും. സാറ് ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ CRSJS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചെയർമാനാണ്. പുള്ളി സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ശ്രീ രാഹുൽ ഈശ്വറും ഡോക്ടർ രമയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ എന്ന് പറഞ്ഞ് ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഡൽഹി ആസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ആദ്യമായിട്ട് ടേക്കപ്പ് ചെയ്ത ഒരു അസൈൻമെൻ്റാണ് തുല്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു മിഷൻ. ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും അവരെ സംരക്ഷിക്കുവാനും വേണ്ടി ഉള്ള നിയമങ്ങൾ അത് സമൂഹത്തിൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ ജെന്യുവിനായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അതേസമയം ഏത് നിയമം നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചാലും ലോകത്ത് എവിടെ നിർമ്മിച്ചാലും ആ നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടും.
അപ്പോൾ അൺസ്ക്രൂപ്ലസ് ആയിട്ടുള്ള സ്ത്രീകൾ വ്യാപകമായി ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ജനറലി സൊസൈറ്റിയിൽ ഒരു സ്കെപ്റ്റിസം വന്നിട്ടുണ്ട്. ഏത് സ്ത്രീ കൊണ്ട് എന്ന് പരാതി കൊടുത്താലും ഇതൊരു വ്യാജ പരാതിയാണെന്ന് പലരും പറയും. ചില ആളുകൾ ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ ഏത് സ്ത്രീ പരാതി കൊടുത്താലും അത് ജെനുവിനാണെന്ന് പറയും. മറിച്ചൊരു പക്ഷം ആളുകൾ പറയും സ്ത്രീ കൊടുത്ത പരാതിയെല്ലാം വ്യാജമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ നിരപരാധിയായിട്ടുള്ള പുരുഷന്മാരും നിരപരാധിയായിട്ടുള്ള സ്ത്രീകളും പോക്സോ ആക്റ്റിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നിലവിലുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ വ്യാജമായ ഒരു പോക്സോ കേസിൽ ഒരു ലേഡിയെ ഉൾപ്പെടുത്തി. ഇപ്പോൾ അത് വ്യാജമാണെന്നൊക്കെ തെളിഞ്ഞു. ഞാൻ ആളുകളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഡൈവേർട്ട് ചെയ്യുന്നില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെക്ഷുവലി അബ്യൂസ് ചെയ്തു. എൻ്റെ കയ്യിൽ ഉള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതിവിടെ പറയുന്നത്. അതിൻ്റെയൊക്കെ കേസുകൾ നടക്കുന്നുണ്ട്. കേസുകളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ട് പ്രൈം മിനിസ്റ്റർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൽ ഒഫൻസിൻ്റെ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അത് BNS 64 മുതൽ BNS 71 വരെയുള്ള ഒഫൻസസിൻ്റെ. അല്ലാതെ തന്നെ തോണ്ടി കമൻ്റ് അടിച്ചു എന്നൊക്കെ പറയുന്നവരെ ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് BNS 72 പ്രകാരം ഐഡൻറ്റിറ്റി ഡൈവേർട്ട് ചെയ്താൽ അതൊരു ക്രൈമാണ്. നമ്മളുടെ രാജ്യത്തും ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ 11 പറയുന്നത് നോ മാൻ ഷാൽ ബി കൺസിഡേർഡ് ഗിൽറ്റി അൺലെസ് ഹി ഈസ് പ്രൂവ്ഡ് സോ ഇൻ എ കോർട്ട് ഓഫ് ലോ എന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഒരു സ്ത്രീ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഫ്ലാഷ് ചെയ്യുകയും ആ കുടുംബം തകർക്കും. ആ കുടുംബത്തിലും സ്ത്രീകളുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്. അവർക്കും ഇതേ ട്രോമ അനുഭവിക്കേണ്ടി വരുന്നു. ദേ ആർ ഓൾസോ എക്സ്പോസ്ഡ്. ഇപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതി 2024 തന്നെ ഈ അക്യൂസ്ഡിൻ്റെ പേര് അനോണിമൈസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കേരള ഹൈക്കോടതി സാലിൽ രവീന്ദ്രൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഇന്ത്യ കാനൂൺ സൈറ്റിനോടും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോടും അക്യൂസ്ഡിൻ്റെ പേര് ഡൈവേർട്ട് ചെയ്തതെന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഒരാൾ ഗിൽറ്റി എന്നൊരു കോടതി പറയുന്നത് വരെ ആ വ്യക്തിയുടെ പേര് ഡൈവേർട്ട് ചെയ്യരുത് എന്ന് BNS 72 അമെൻഡ് ചെയ്യണം. 2, വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ഉള്ള വകുപ്പുകൾ നമ്മുടെ BNSലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് BNS 231 ആണ്. ഒരു ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി കിട്ടുകയോ അതുപോലത്തെ 10 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ കിട്ടുന്നതോ ഒരു കേസിൽ ഒരാളെ ഫോൾസ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്താൽ, അത് വ്യാജപരാതിയാണെന്ന് കണ്ടാൽ അക്യൂസ് ചെയ്ത പേഴ്സണ് ആ 10 വർഷമാണ് ശിക്ഷയെങ്കിൽ 10 വർഷം, ലൈഫ് ഇംപ്രിസ്മെൻ്റ് ആണ് ശിക്ഷയെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കൊടുക്കണമെന്നാണ് BNS 231 പറയുന്നത്. BNS 217, 227 ഞങ്ങൾ ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. 48 വരെയുള്ള BNSൻ്റെ പ്രൊവിഷൻസിൽ എല്ലാം തന്നെ സ്ട്രിഞ്ചൻറ്റ് പണിഷ്മെൻറ്റ്സ്, എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന്, ഫോൾസ് അക്യൂസേഷൻ എല്ലാം ഉണ്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇതെല്ലാം നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് ആണ്. പോലീസിന് സ്വമേധയാ കേസെടുക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ KP ആക്ട്, കേരള പോലീസ് ആക്ട് 117D പോലീസിന് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ടു എ പോലീസ് ഒഫീഷ്യൽ കേസെടുക്കാം. പക്ഷേ അതൊക്കെ ലൈറ്റ് സെൻറ്റൻസസ്. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ഇത് കോഗ്നൈസബിൾ ആക്കണം. രണ്ടാമതൊരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് BNS 72 ഒഫൻസസ്, അതായത് റേപ്പ് മുതലായ സീരിയസ് ഒഫൻസ് വരുന്ന കേസുകൾ
ആ BNS 72-ൽ പറഞ്ഞിട്ടുള്ളത് BNS 64 മുതൽ BNS 71 വരെയുള്ള കേസുകളാണ്. ഗാങ് റേപ്പ്, ഇങ്ങനെ പല കേസുകൾ. ആ കേസുകളൊക്കെ കോടതിയുടെ റിപ്പോർട്ടിംഗ്, കോടതിയുടെ പ്രൊസീഡിങ്സ് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പണിഷബിൾ ഒഫൻസ് ആണെന്ന് BNS 73-ൽ പറഞ്ഞിട്ടുണ്ട്. അതും കർശനമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇത്രയുമാണ് ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് കേസുകൾ, കോടതികളുടെ കേസുകൾ ഈ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇന്നലെ വന്ന ഒരു ജഡ്ജ്മെൻറ്റ്, അത് ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ കോട്ട് ചെയ്തിട്ടുള്ള സംദാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര നവംബർ 24 വന്ന ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മാരീഡ് വുമൻ്റെ അടുത്താണ് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന കേസുകളൊന്നും നിലനിൽക്കത്തില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് കോടതി പല കേസുകളിൽ ഭജൻലാലി പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പുള്ള കേസുകളിലും പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസിന് സുപ്രീം കോടതി ഇതേ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല കാര്യമാണ്. ഇത് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, നിരപരാധികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കോടതിയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യത്ത് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ആ കോടതി തീരുമാനിച്ചതിന് ശേഷം അയാളുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഡൈവേർട്ട് ചെയ്തോട്ടെ, കുടുംബം ടാർണിഷ്ഡ് ആയിക്കോട്ടെ. ഒരു അപരാധിയുടെ കുടുംബം ചിലപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിരപരാധികളുടെ കുടുംബത്തിന് ഈ ട്രോമയിലേക്ക് വലിച്ചഴക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ശ്രീ രാഹുൽ ഈശ്വർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ പുരുഷന്മാർക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത്. അപ്പം അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പുരുഷനുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ സ്ത്രീക്ക് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം അവർ കരഞ്ഞു തീർക്കുകയാണ് പതിവ്. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ അത് ഉള്ളിലടക്കി അതുവഴി ആത്മഹത്യ, വിഷാദ രോഗങ്ങൾ, അങ്ങനെ ഓരോന്നിലോട്ടൊക്കെ കടന്നു പോകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു നീതിക്ക് വേണ്ടി, സമൂഹത്തിൽ അവർക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ടിരിക്കുന്നത്. സാറത് സൂചിപ്പിച്ചതും ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നതിൻ്റെ ആവശ്യം, പോലീസുകാരിതൊക്കെ ഓപ്പൺലി ഈ കോടതി വിധി ന്യായങ്ങൾ ഫ്ലൗട്ട് ചെയ്യുകയാണ്. ഈ കോടതി വിധി ന്യായങ്ങൾ ലംഘിച്ചാണ് നമ്മുടെ നാട്ടിൽ പോലീസ് പല കേസുകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള വളരെ വിഷമകരമായ കാര്യമാണ്. ഇന്നലെ എനിക്ക് മറ്റൊരു സുപ്രീം കോടതിയുടെ വിധി അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ അലക്സ് കെ ജോൺ ഐശ്വരി ഉണ്ടായി. നിർബന്ധമായി നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യണം. എൻ്റെ കേസിൽ നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ കള്ളം പറയുകയും ചെയ്തു. നമ്മളൊക്കെ കോടതിയെ കാണുന്നത് എന്താ? കോടതി എന്ന് പറഞ്ഞാൽ നീതിയാണ്, അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ പോലീസും പ്രോസിക്യൂഷനും എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അവസാനമില്ല. അവിടെയാണ് പോലീസുകാർ പലപ്പോഴും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയോ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിലെ 1-ാം പരാതിക്കാരിയും 3-ാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ 24-അടക്കം സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസിലടക്കം വിധിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്തതാണ്. ഇത് പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാത്തതാണോ? പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാഞ്ഞിട്ടാണോ അവർ ഈ കേസെടുക്കുന്നത്? പകരം രാഷ്ട്രീയപരമായ, അതായത് കോർട്ട് ഹാസ്, അതിലെ പാരാഗ്രാഫ് 9 കൃത്യമായി ഞാൻ ഒന്ന് വായിക്കാം. This court has on numerous occasions taken note of the disquieting tendency wherein failed or broken relationship, തകർന്ന ബന്ധങ്ങൾ are given color of criminality. And again in para 30, court quoted its earlier judgment, Prashant versus State of NCT, in which the above observations was reiterated. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിൽ അടക്കം പ്രായോഗികമാകുന്ന, ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോൾ, ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിൽ കണ്ടത്? അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത്? അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും വിനയത്തോടെ, ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല, പോസിറ്റീവായി ചോദിച്ചോട്ടെ, പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാമ്പുവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ്. അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു. ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ്. അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം 6 ദിവസം, ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ്. ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ചൊരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കും? ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു ഉപദ്രവിച്ചു. പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ, ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല, ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട്. അപ്പം ഞാനെല്ലാം അത്ഭുതപ്പെട്ടു, അതെങ്ങനെയാണ് ഉണ്ടാകുക എന്ന്. ഇപ്പം മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യം അതൊക്കെ എവിടെ? ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം, സ്നേഹം, ആദരവ്, ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാർ പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നു. പഴയതുപോലെയല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കള്ളമായിരുന്നു. എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതയല്ല, കാര്യം അവർ വിവാഹിതയാണ്, കോടതി വിധിയുണ്ട്, അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോൾ പോലീസുകാർ ഈ തിങ്കളാഴ്ച വീണ്ടും എൻ്റെ കേസ് വരികയാണ്, എൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുകയാണ്. എന്തിനാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ അല്ല, നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കാം, മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്ത ഞാൻ കേട്ടുള്ളൂ. ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞതിന് എനിക്ക് എൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരിക. കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോടതി വിധിന്യായത്തിൽ, ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മാഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ്. ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത്. കാര്യം എൻ്റെ ജാമ്യം റദ്ദാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവ്വം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്നതാണ്. ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ക്രക്സ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായി റീട്രേറ്റ് ചെയ്തു. ഞാനിപ്പോൾ ലൈവ് ലോയിൽ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ്, വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ കൊടുക്കാൻ പാടില്ല. 2, ശ്രദ്ധിക്കുക, വിവാഹിതയായൊരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്. അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചു എന്ന പേരിലാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും. ഓർക്കുക, ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങളെല്ലാം ഒരുപക്ഷെ ഇത് വാർത്ത കണ്ടു കാണും, പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നു, പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാതി കൊടുക്കാൻ കഴിയാത്ത ഇത് പോലീസിന് അറിയില്ലായിരുന്നു, ഇത് പ്രോസിക്യൂട്ടറിന് അറിയില്ലായിരുന്നു, ഇത് നിയമ സംവിധാനത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ആണിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടുത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളും സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ ഏറ്റവും സന്തോഷം. ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ പറയുക, നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല. സാർ അടക്കമുള്ള ആൾക്കാർ, ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ രമ മാഡം ഉള്ള ആൾക്കാർ, ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല, പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ എടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്. സാറ് 2 years 2 വർഷങ്ങളെടുത്താണ് ഇവരിത് ക്രോഡീകരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ്. കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാങ്ക്ടിറ്റി വേണമല്ലോ, താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച മാഡത്തിന് നമ്മൾ നെനീച്ച് ഒന്ന് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അത് പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ, അതായത് നമ്മുടെ പൊസിഷൻ വൈസ് ഏറ്റവും ടോപ്പായ ഒരു വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ 1-2 ചോദ്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായ
ഒരു കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലടക്കം പോലീസ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പിടിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്തു, പ്രതി കുറ്റം സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഒപ്പിട്ടില്ല എന്നാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഒഫീഷ്യൽ ഇസ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അത് ചവറ്റുകുട്ടയിലിടും കോടതിയിൽ ചെന്ന്. 183 BNSS പഴയ CRPC 164 അത് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ എ മജിസ്ട്രേറ്റാണ്. പ്രതി കുറ്റം, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ 183 മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലുള്ള 183 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തുവെന്ന് നിങ്ങൾ ചോദിക്കണം. അത് മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണില്ല. മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയോ എന്നാണ്. ഇത് വോളണ്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അഡ്വേഴ്സ് ഇൻഫറൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിൻ്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത്. ഒരാളെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നത് CCTV ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ്. അതെ, രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. എന്നിട്ട് CCTV ക്യാമറ ഇല്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വറിൻ്റെ വൈഫ് ദീപ ഈശ്വറിനെ വിളിച്ചു വരുത്തി, വിച്ച് ഇസ് ഹൈലി ഇല്ലീഗൽ. സൺസെറ്റ് കഴിഞ്ഞൊരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിഫോർ സൺറൈസ്. അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പോലീസ് കാണിക്കുന്ന തോന്നിവാസമാണ്. ഇപ്പോൾ സുപ്രീം കോടതി 7 വർഷത്തിൻ്റെ, അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് 2014, അത് ഡൗറി ഹറാസ്മെൻറ്റ് 498A, ഇപ്പം 85 BNS, ആ കേസിൽ വന്ന വിധിന്യായമാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ, 7 വർഷം വരെ ആണെങ്കിലും പാടില്ല, 7 വർഷത്തിന് മുകളിൽ ശിക്ഷയില്ലാത്ത ഒരു കേസിലും BNSS 35(3) നോട്ടീസ് പഴയ 41A CRPC സെർവ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല. സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടണം. അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസ് സുപ്രീം കോടതി കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ മാത്രമേ റിമാൻഡ് ചെയ്യാവൂ. ഈ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് വിഷ്വൽ എവിഡൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഒരു പോലീസുകാരൻ കാറിൽ കൂടെ കയറി സ്വന്തം കാർ ഓട്ടിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ഉത്തരവനുസരിച്ച് ഹീസ് ഇൻ ഇല്ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയാൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ ആ പോലീസുകാരുടെ ജോലിയെ വരെ അത് ബാധിക്കുമെന്നും കൂടെ നിങ്ങൾ ഇത് പോലീസുകാരോട് ചോദിക്കണം. ഇനിയുള്ള കേസുകളിൽ ആളുകളെ പോലീസുകാർ ഇല്ലീഗലായിട്ട് കസ്റ്റഡിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു അറസ്റ്റ് മെമ്മോ 35 BNS അനുസരിച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയാൽ ദാറ്റ് അറസ്റ്റ് ഈസ് പെർഫെക്റ്റ്ലി വാലിഡ്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ 1997 ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത് വകവയ്ക്കില്ല എന്നുള്ള പോലീസിൻ്റെ ധാർഷ്ട്യമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പത്തനംതിട്ട കൊണ്ടുപോയി അറസ്റ്റ് മെമ്മോ ഒപ്പിടാൻ പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു സൈൻ ഇറ്റ്. താങ്ക് യു. അവിടെയാണ് മീഡിയയോട് പറയാനുള്ള കാര്യമേ, ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കാനാണ്? ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ വേറെ ആര് ചോദിക്കും? ഇപ്പം എനിക്കെതിരെയുള്ള കേസും കൂടെ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരാം. എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, വേറൊരു AI മോഡൽ അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു AI മോഡലിൻ്റെ ഫോട്ടോ ആണ്. രണ്ടാമത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കി തോന്നുന്നു. സാർ ആ വീഡിയോ മുഴുവൻ കണ്ടറിയില്ല. അപ്പം മൂന്നാമത് ഇത് രണ്ടും നിൽക്കില്ല, പുതിയ വകുപ്പിടുകയാണ്. അതായത് എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിലിടണം, എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിലിടണം. അപ്പോൾ ശരിക്കും യഥാർത്ഥം സാറ് പറഞ്ഞതുപോലെ ഇത്രയും നമ്മൾ LLB പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഇത്രയും ആഴത്തിൽ നിയമം അറിയില്ല. നമ്മുടെ ശാസ്ത്രമംഗലം അജിത് കുമാർ സാറൊക്കെയാണ് വാദിച്ചത്. സാറ് വാദിച്ചതാണ് കറക്റ്റ്. ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യം തന്നു വിടാന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ശരിക്കും കോടതിയിൽ വേദനയും വിഷമവും തോന്നിയാണ് ഞാൻ കോടതിയിൽ ശബ്ദം ഉയർത്തിയത്. കാര്യം പച്ചക്കള്ളങ്ങൾ പ്രോസിക്യൂട്ടർ എന്ന് പറയുകയാണ്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യം വരില്ലേ? ശരിയാണ്, കോടതിയിൽ അങ്ങനെ സംസാരിച്ചുകൂടാന്നുള്ള സത്യമാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് പച്ചക്കള്ളങ്ങൾ പോലീസും പ്രോസിക്യൂട്ടറും പറയുകയാണ്. ഇത് സാധാരണക്കാരനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ പറയും മീഡിയക്കാരല്ലാതെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ രമാ മാഡം ആകട്ടെ, ജയേന്ദ്രൻ സാറാകട്ടെ, ഇവിടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും
അവരുടെ ജീവിതത്തിലെ സമയവും ഊർജവും ധനവും ദിവസങ്ങളും എല്ലാം മാറ്റിവെച്ച് വർഷങ്ങളായി ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഇനിയും വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ഗുണം കിട്ടണം. 2 വർഷത്തിലധികമായി ബുദ്ധിമുട്ടി എല്ലാ കോടതി വിധികളും പഠിച്ച് നിയമ സംവിധാനത്തിൻ്റെ സാങ്ക്ടിറ്റിയോടെ പവിത്രതയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കാൻ ഡോക്ടർ രമാ മാഡത്തിനൊക്കെ സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെൻ്റ് ആണ്. ഏറ്റവും മുകൾ തട്ടിൽ മുതൽ ആ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ അടക്കമുള്ള പരിഗണനയിൽ ഇനിയും മീഡിയക്കാരും ഈ പുരുഷന്മാരുടെ ഐഡൻറ്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുന്നത് വരെ റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യത, ഒരു മിനിമം ഒരു കമ്പാഷൻ, കരുണ, മാന്യത എന്ന് പറയുന്നില്ല, കരുണ കാട്ടണം. എൻ്റെ അടക്കമുള്ള കേസുകളിൽ ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരികയാണ്, മറ്റേ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ പെൺകുട്ടിക്ക് അനുകൂലമല്ലാത്ത കോടതി പരാമർശം ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് അത് ഭയങ്കരമായി ആ പെൺകുട്ടിക്ക് മനോവേദന ഉണ്ടാക്കിയും ഇതാണ് പറയുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ അവർ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവരടക്കം ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ ഒരു മോശം വാക്ക് പറയാലോ, ഒരു തീവ്ര ഫെമിനിസ്റ്റ് മാഫിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റമാണ്. എങ്ങനെയും ഇത് പറയുന്നവനെ ആക്രമിക്കുകയും മാധ്യമങ്ങൾ വഴി, അഡ്വക്കേറ്റ്സ് വഴി, പോലീസ് വഴി, ആ എക്കോസിസ്റ്റം വഴി ആക്രമിക്കുകയാണ്. അതൊരു തീവ്ര, ഇപ്പം ഞാൻ ആ വാക്ക്, ഞങ്ങളുടെ ഭാഗത്തും പുരുഷന്മാരിലും ഈ തീവ്ര മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിയോജിക്കുകയാണ്, തള്ളി പറയുക. അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ 100% തള്ളി പറയുകയാണ്. കാരണം നമുക്കതല്ല ആഗ്രഹം. ഇതേപോലെ ഈ മെയിൽ ഷോവനിസ്റ്റുകൾ ഉള്ളതുപോലെ ഒരു തീവ്ര ഫെമിനാസി മാഫിയ എന്ന് പറയുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. ആരെയും കരിവാരത്തേക്കാൻ അതിൻ്റെയൊക്കെ ഇരയാണ് ദീപക്കിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. അപ്പോൾ അത്തരം ഒരുപാട് പേരുണ്ട്. ഇനിയും വരുന്നൊരു തലമുറയിലെ പുരുഷന്മാരെ അതിലേക്ക് തള്ളിയിടാതിരിക്കാനാണ് ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലായിടത്തും CCTV ക്യാമറ കേരളത്തിലില്ല. ഞങ്ങളുടെ സംഘടന ഇത് DGPക്കും ഹോം മിനിസ്റ്റർക്കും CM-നും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ RTI ആപ്ലിക്കേഷൻ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് CCTV ക്യാമറ ഇല്ല എന്നാണ് മറുപടി കിട്ടിയത്. ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുചെന്ന് കയ്യിൽ വിലങ്ങ് ബാക്കിലിട്ട് കെട്ടി കുനിച്ചു നിർത്തി ഇടി കൊടുത്ത് നിന്നെ ഇവിടെ വെച്ച് കൊന്നാലും എൻക്വയറി നടത്തുന്ന ഞങ്ങളുടെ സുപ്പീരിയേഴ്സാണ് വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് ഇടി കൊടുത്ത ഒരു കേസിലാണ് CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ ചോദിച്ചത്. മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പോൾ ഉണ്ട്, പക്ഷെ ചില സ്ഥലത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിൽ സന്ധ്യ കഴിഞ്ഞിട്ട്. അവിടെ കൊണ്ടുപോകാൻ പോലീസിന് എന്ത് ബിസിനസ്? ഇദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ടത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ CCTV ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. ഹീസ് ആൻ അക്യൂസ്ഡ്, ഹീസ് അണ്ടർ ദ കസ്റ്റഡി. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ സന്ധ്യ കഴിഞ്ഞിട്ട് പോലീസ് ട്രെയിനിങ് കോളേജ് പഠിത്തൊരു വിജനമായ ഭാഗ്യത്തിന് മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അതിനകത്ത് അവർ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വന്നു. അവരുടെ ഭർത്താവിനെ അവിടെ ഇല്ലീഗൽ ഡീറ്റൻഷന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വ്യാജമായി ഫോർജ് ചെയ്തുണ്ടാക്കിയ അറസ്റ്റ് ഡോക്യുമെൻറ്റ്സ് അവിടെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പുവെപ്പിച്ചു. ദീപ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ആസ്റ്റ് സൈൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്തിനു സൈൻ ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സർ പ്രഷർ വാസ് ടു മച്ച് എന്ന് പറഞ്ഞു. ഇതാണ് എല്ലായിടത്തും ചെയ്യുന്നത്. അറസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാറില്ല, അറസ്റ്റ് മെമ്മോ തയ്യാറാക്കില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ആളുകൾ അവിടെ എത്തുമ്പോൾ അവരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കും. നേരത്തെ ഒരു കേസുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. വീട്ടിൽ നിന്ന് അർദ്ധരാത്രി ചെന്ന് വെളുപ്പിന് 3 മണിക്ക് ചെന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചറിയിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിനെ പിടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇവിടെ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ചെമ്പരന്തി അനിലിനെ കൊണ്ട് ഡോക്യുമെൻറ്റ്സ് ഒപ്പിടിച്ച CCTV വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. ആ അറസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരള പോലീസ് ചെയ്യുന്നത്. DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിൽ ഒരു വ്യക്തിയെ എവിടെ വെച്ച് ഡീറ്റെയിൻ ചെയ്യുന്നു അവിടെ വെച്ച് ആ വ്യക്തിയും ഒപ്പിട്ട്, പോലീസുകാരനും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും ഒപ്പിട്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പർ ഇല്ലെങ്കിൽ അവിടെ ആ ഏരിയയിലുള്ള ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ വിറ്റ്നസ്സായിട്ട് ഒപ്പിട്ട് അറസ്റ്റ് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന മെമ്മോ നടത്തി മേജർ ആൻഡ് മൈനർ ഇഞ്ചുറീസ് റെക്കോർഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും വിറ്റ്നസ്സും ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഒപ്പിട്ട് ട്രിപ്ലിക്കേറ്റിൽ അത് തയ്യാറാക്കി അതിൻ്റെ ഒരു പകർപ്പ് ആ വ്യക്തിയുടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതെന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു പോറലുണ്ടായാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ റെസ്പോൺസിബിളാണ്.
അറസ്റ്റ് ഡോക്യുമെൻ്റ്, അറസ്റ്റ് മെമ്മോ അറസ്റ്റ് ചെയ്യണ സമയത്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത് സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് 1997 വന്ന ജഡ്ജ്മെൻറ്റാണ്. അതിൽ പറയുന്നത് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്ത 24 hours അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്, അത് ഇവിടെ അറസ്റ്റ് മെമ്മോയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയവും ഡേറ്റും അനുസരിച്ചിരിക്കും. 1997 ഇത് വന്നപ്പോൾ ഞങ്ങളുടെ സംഘടന സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി ഈ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ നടയിലും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ നടയിലും ഹോർഡിങ്സ് ഇറക്റ്റ് ചെയ്തു. സുപ്രീം കോടതിയുടെ 11 അറസ്റ്റ് ഗൈഡ് ലൈൻസ് കാണിച്ചുകൊണ്ട്. അത് 2018 വരെ ഞങ്ങൾ കാശ് മുടക്കി ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷെ പോലീസ് ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേരള പോലീസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വയലേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ചെന്ന അറസ്റ്റ് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാത്ത പ്രതികൾ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കാണും. ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവിടെ ലോക്കപ്പിൽ കിടക്കുന്നവരെ വിളിച്ചിട്ട് ഇവരുടെ അറസ്റ്റ് മെമ്മോ എവിടെയെന്ന് ചോദിച്ചാൽ ദേ വോണ്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ഇറ്റ്. അവരെ കോടതി കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് ആളുകളെ വിളിച്ചു വരുത്തി ഒപ്പിടിക്കും. പിടിക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ഇത് അറിഞ്ഞിരിക്കാനാ പോലീസുകാരപ്പം ഇത് നോക്കട്ടെ എന്ന് പറയും. അവരുടെ അക്ഷരത്തിനകത്ത് ആർക്കും വായിക്കാനും പറ്റില്ല. ഒരു പ്രത്യേക രീതി എഴുതി തരികയും ഇത് സാധാ ഇപ്പോൾ LLB പഠിച്ച എനിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതി ക്ലാരിറ്റി ഇല്ല. കാര്യം പ്രാക്ടീസോ സാധനവും നിൽക്കുന്നതല്ല. അപ്പം അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്നതും മാധ്യമങ്ങളിൽ നിൽക്കുന്നതുമായ എനിക്കോ ഭാര്യയ്ക്കോ അടക്കം ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി എന്നെ കമ്മീഷൻ ഓഫീസിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ്? കമ്മീഷൻ ഓഫീസിന് ഫ്രണ്ട് മാധ്യമങ്ങളുണ്ട്, അവരെ കാണണ്ട, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കോളേജിൽ പോകാം. അപ്പം എനിക്കിതിൽ പഠിച്ച സാറിൻ്റെ അത്രയും നിയമപരിജ്ഞാനമില്ല. ഞാനതിലെ പ്രായോഗിക ആംഗിൾ കാണുന്നത് മാധ്യമങ്ങൾ ചോദ്യം ചെയ്താൽ പോലീസുകാർ പലപ്പോഴും ഈ കള്ളത്തരം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങും. മീഡിയക്കാർ നെഗറ്റീവ്ലി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ പോലീസുകാർ പലതിൽ നിന്നും പിൻവാങ്ങും. പലപ്പോഴും മീഡിയക്കാർ കൈയടിക്കുന്നതും പോലീസുകാർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും, സംശയമൊന്നുമില്ല. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷൻ്റെ സമയത്താണ് അപ്പം അത്തരം ഡയറക്ഷൻസ് കിട്ടിക്കാണും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സെൻസ് ഓഫ് ജസ്റ്റിസ് എങ്കിലും വേണമെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട്, പ്രതിരോധമായിട്ട്, പുഷ് ബാക്ക് ആയിട്ട് നിലനിന്നില്ലെങ്കിൽ പോലീസുകാർ വീണ്ടും അവരുടെ കാര്യം ഇനി ഞാൻ പോലീസായിട്ട് എന്നാലും അത് ചെയ്യരുതെന്നുള്ളതാണ്. മേളിൽ നിന്ന് ഉത്തരവ് വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യും. ശ്രീ ദിലീപിൻ്റെ കേസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി AI കാലമല്ലേ? ഈ AI കാലത്ത് എന്ത് രീതിയിലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുക്കാൻ തുടങ്ങിയ അതിന് അവസാനം ഉണ്ടാവും. അതുകൊണ്ട് മീഡിയക്കാരോടുള്ള താഴ്മയായ റിക്വസ്റ്റ്, ഞങ്ങളാൽ കഴിയുന്ന, ഇപ്പം നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് സീനിയറാണ് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരിതെല്ലാം ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടല്ല, ഈ നാട്ടിൽ നീതിയും സത്യവും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും 16 ദിവസം രാഹുൽ ഈശ്വറും ഒക്കെ ഒരു കാര്യമില്ലാതെ കിടക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിക്കണമെന്നുണ്ട്. പ്രോസിക്യൂട്ടർ കോടതിയിൽ കയറി പച്ചക്കള്ളം പറയുകയാണ്, എനിക്ക് പോലീസ് റിപ്പോർട്ട് വന്നില്ല എന്നൊക്കെ പച്ചക്കള്ളം പറയുകയാണ്. പോലീസുകാർക്ക് പോലും ദേഷ്യം വന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് അവർ രാവിലെ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്നെ ഇവിടെ വിടുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുകയാണ്. എന്നാൽ 4 ദിവസം കൂടെ കിടക്കട്ടെ, അതായത് വേറെ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു കോടതി. അപ്പം എനിക്ക് സത്യം പറഞ്ഞാലേ കോടതിയിൽ എങ്ങനെ കള്ളം പറയും പോലീസുകാരും പ്രോസിക്യൂട്ടറും എന്ന് അറിയാനുള്ള പക്വത ഉണ്ടായില്ല. അതാണ് സത്യം. എനിക്ക് അത്രയും അറിയാനുള്ള പക്വതയും വിവരവും അനുഭവജ്ഞാനം ഉണ്ടായില്ല. അപ്പം എനിക്കിത് കാണുമ്പോൾ അത്ഭുതമാണ്. കോടതിയിൽ നമ്മളങ്ങനെ കള്ളം പറയുമോ? സത്യം 2 ഭാഗവും പറഞ്ഞിട്ട് ആ സത്യത്തിനെ ബേസ് ചെയ്തൊരു വാദം ഉന്നയിക്കും. ഇതാണ് ഞാൻ ധരിച്ചിരുന്നത്. ഒരു മടിയും മയവും നാണവും ഇല്ലാതെ പ്രോസിക്യൂട്ടറും പോലീസുകാർക്കും കോടതി കള്ളം പറയുന്നത് മീഡിയക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പെട്ടുപോകും. അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. അവിടെയാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ അടക്കമുള്ള സാറടക്കം ഇവരെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ലാർജർ കോസിന് വേണ്ടിയാണ്. അതിനെ പിന്തുണയ്ക്കണമെന്ന് മാധ്യമങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊന്നുമില്ലെങ്കിൽ